കനത്ത മഴയെ തുടർന്ന് മലബാറിൽ പരക്കെ നാശനഷ്ടം. പാലക്കാട്, കണ്ണൂർ ജില്ലകളിലായി മഴക്കെടുതി മൂലം 4 മരണം സംഭവിച്ചു. മലയോര മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മഴ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ വീട് തകർന്നു വീണ് അമ്മയും മകനും മരിച്ചു. കൊടക്കുന്ന് വീട്ടിൽ സുലോചന, മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ വീടിന്റെ ചുവരെ ഇടിഞ്ഞു വീഴുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിൽ വെള്ളക്കെട്ടിൽ വീണ് യുവതി മരിച്ചു. കോളാരി സ്വദേശി കുഞ്ഞാവിനെയാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. മഴക്കെടുതിയിൽ വെള്ളക്കെട്ടിൽ വീണ് കണ്ണൂർ സ്വദേശിയായ മധ്യവയസ്കനും മരിച്ചിട്ടുണ്ട്. ചൊക്ലി സ്വദേശി ചന്ദ്രശേഖരനാണ് മരിച്ചത്. മഴ ശക്തമായതോടെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിലുണ്ടായ ശക്തമായ മഴയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മരങ്ങൾ പൊട്ടിവീണും മണ്ണിടിഞ്ഞു മറ്റുമായി 16 വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി. 21 പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. തീരദേശ മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അലർട്ടിൽ മാറ്റമുണ്ടാകാനും സാധ്യതയുണ്ട്. ജില്ലയിൽ മഴക്കെടുതിയെ തുടർന്ന് കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. വയനാട്ടിലും ശക്തമായ മഴ തുടരുകയാണ്. താഴ്ന്ന ഭാഗങ്ങളെല്ലാം വെള്ളത്തിനടിയിലായി. മരം വീടിന് മുകളിലേക്ക് കടപഴകി വീണും അപകടമുണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിൽ യാത്ര ചെയ്യുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. കല്ലൂർ പുഴ കരകവിഞ്ഞതിനാൽ ഇവിടെ താമസിച്ചിരുന്ന 9 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മലപ്പുറത്ത് സ്വകാര്യ ബസിന് മുന്നിലേക്ക് മരം വീണ് ഡ്രൈവർക്ക് സാരമായി പരിക്കേറ്റു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശം. ജനം, കോഴിക്കോട്.